കഴിഞ്ഞ ദിനമാണ് ഹൃദയത്തിൽ തൊടുന്ന ഒരു അഭിമുഖം നൽകിക്കൊണ്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മ രംഗത്തെത്തിയത്. നമുക്കറിയാം 2026 ലോകകപ്പ് ടീമിൽ ജിതേഷിന് ഇടം ലഭിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ 2ാം വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ കളിച്ചിരുന്നു. ജിതേഷ് തന്നെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആവുമെന്ന ഘട്ടമുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷമാണ് ഈ ലോകകപ്പിലേക്ക് സെലക്ടർമാർ സഞ്ജുവിൽ തന്നെ വിശ്വാസം അർപ്പിച്ചതും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെ ഏതാണ്ട് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ലോകകപ്പ് ടീമിലേക്ക് എടുത്തതും. സത്യത്തിൽ ജിതേഷിനോട് ടീം ഇന്ത്യ സെലക്ടർമാർ അന്ന് നടത്തിയതൊരു ഹാർഡ് കോൾ തന്നെയായിരുന്നു. കാരണം ജിതേഷ് മികച്ച രീതിയിൽ ആ സമയത്തേക്ക് മധ്യനിരയിൽ ഒരു ഫിനിഷർ എന്ന നിലയിൽ പേര് സമ്പാദിച്ചു വരികയായിരുന്നു, തിളങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ജിതേഷിനെ താഴ്ന്നുകൊണ്ടുള്ള ലോകകപ്പ് ടീമിനെ ഇന്ത്യൻ സെലക്ടർമാർ പ്രഖ്യാപിച്ചത്. ജിതേഷിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹൃദയം തകരുന്ന അനുഭവമായിരുന്നു. ആ ഒരു കാലത്തെക്കുറിച്ചും തൻ്റെ എതിരാളിയായി ടീമിലെത്തിയ സഞ്ജുവിനോടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഈ അഭിമുഖത്തിൽ ജിതേഷ് ശർമ്മ വാചാലനായി. ആ സമയത്ത് ജിതേഷ് ശർമ്മ കടന്നുപോയത് വലിയൊരു പ്രതിസന്ധിയിലൂടെയായിരുന്നു. ലോകകപ്പ് ടീമിൽ ഇടം നേടാതിരുന്നതിനൊപ്പം കഴിഞ്ഞ ഫെബ്രുവരി 1 അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നതിന് മുൻപുള്ള അവസാന 7 ദിവസങ്ങളിൽ പിതാവിനൊപ്പം ചെലവഴിക്കാൻ ജിതേഷിന് സാധിക്കുകയും ചെയ്തു. അതൊരു അനുഗ്രഹമായിട്ടാണ് തനിക്ക് തോന്നിയത് എന്നാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നത്. അച്ഛനെ പരിചരിക്കാൻ ലഭിച്ച ഒരു അവസരമായി താൻ അതിനെ കാണുന്നു എന്നാണ് ജിതേഷ് മനസ്സ് തുറന്നത്. അതായത് ലോകകപ്പ് ടീമിൽ ഉൾപ്പെടാതിരുന്ന ആ ദിവസങ്ങൾ അച്ഛനോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞത് ഒരു വലിയൊരു ഭാഗ്യമായി എന്നാണ് ജിതേഷ് ഈ അഭിമുഖത്തിൽ പറയുന്നത്. ജിതേഷ് പറയുന്നത് ഇങ്ങനെയാണ്: ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ ആദ്യം എനിക്ക് നിരാശ തോന്നിയിരുന്നു. എന്നാൽ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ആ സമയത്ത് പിന്തുണച്ചതോടെ ആ സങ്കടം എനിക്ക് മാറി. എൻ്റെ പിതാവ് അസുഖബാധിതനായിരുന്നു. ഫെബ്രുവരി 1 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എനിക്ക് അദ്ദേഹത്തോടൊപ്പം അവസാന 7 ദിവസം കഴിയാൻ സാധിച്ചു. ആ അവസാന നാളുകളിൽ അദ്ദേഹത്തെ പരിചരിക്കാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. ലോകകപ്പിനേക്കാളും എൻ്റെ പിതാവിന് എൻ്റെ ആവശ്യമായിരുന്നു പിതാവിന് എന്നെയായിരുന്നു ആ സമയത്ത് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലായി. അവസാന നാളുകളിൽ അദ്ദേഹത്തെ നന്നായി നോക്കാൻ എനിക്ക് സാധിച്ചു. അതിന് ദൈവത്തോട് എനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ എനിക്ക് അവസരം ലഭിച്ചില്ലാത്തത് കൊണ്ട് എനിക്ക് യാതൊരു ഖേദവുമില്ല. വീട്ടിലിരുന്നാണ് ഞാൻ ലോകകപ്പ് മത്സരങ്ങൾ കണ്ടത്. കളിക്കുന്നതിനേക്കാൾ സമ്മർദ്ദം അപ്പോഴാണ് എനിക്ക് തോന്നിയത്. പരിശീലകന്റെയും ക്യാപ്റ്റന്റെയും പ്ലാനുകൾ കൃത്യമായി നടപ്പിലാക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചു. ലക്ഷ്യത്തിനായി അവർ നന്നായി പൊരുതി എന്നാണ് ജിതേഷ് അദ്ദേഹത്തിന്റെ ഈ അഭിമുഖത്തിൽ പറയുന്നത്. അതിനൊപ്പമാണ് സഞ്ജു സാംസണുമായുള്ള ആത്മബന്ധം വെളിവാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും ഈ അഭിമുഖത്തിലുണ്ടായത്. T20 ലോകകപ്പിലെ സഞ്ജുവിന്റെ ഐതിഹാസിക പ്രകടനത്തെയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും വാനോളം പുകഴ്ത്തുകയും ചെയ്തു ഈ അഭിമുഖത്തിൽ ജിതേഷ്. സഞ്ജു സാംസണെ കുറിച്ച് ജിതേഷ് ശർമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: സഞ്ജുവിനെ ഞാൻ ഒരുപാട് ആരാധിക്കുന്നു. ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലും അദ്ദേഹം എനിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. ഇപ്പോൾ അദ്ദേഹം കൈവരിക്കുന്ന എല്ലാ നേട്ടങ്ങൾക്കും സഞ്ജു അർഹനാണ്. അദ്ദേഹത്തിന് എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കാവൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആ സമയത്ത് മത്സരബുദ്ധിയേക്കാൾ ഉപരിയായി തൻ്റെ സഹതാരത്തിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്ന ജിതേഷിന്റെ വാക്കുകൾ, ആ അഭിമുഖത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ആരാധകർ ഇതിനകം തന്നെ ഈ വാക്കുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെയും മത്സരബുദ്ധിയേക്കാൾ തൻ്റെ സഹതാരത്തോടുള്ള സ്നേഹ ബഹുമാനങ്ങളുടെ പേരിലും പുകഴ്ത്താൻ യാതൊരു മടിയും കാണിക്കാത്ത സമീപനത്തിന്റെ പേരിലും ജിതേഷ് പലതവണയായി ആരാധകരുടെ കൈയടി നേടിയിരുന്നു. ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സമയത്തും ജിതേഷ് ശർമ്മ സ്വന്തം നാടായ നാഗ്പൂരിലെത്തിയ ഇന്ത്യൻ ടീമിനെ സന്ദർശിച്ചത് വാർത്തയായിരുന്നു. ടീം ഹോട്ടലിലെത്തി സഞ്ജുവിനെയും അതുപോലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇവരുമായിട്ടൊക്കെയും അദ്ദേഹം ഏറെ സമയം അന്ന് ചെലവഴിക്കുകയും ചെയ്തിരുന്നു. സഞ്ജുവും ജിതേഷും തമ്മിലുള്ള സൗഹൃദ നിമിഷങ്ങളുടെ വീഡിയോ ആ സമയത്തും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ ക്രിക്കറ്റ് ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അന്ന് സഞ്ജു സാംസൺ എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ ഞങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം മാത്രമാണ് ഉള്ളതെന്നും അന്ന് ജിതേഷ് വ്യക്തമാക്കിയിരുന്നു. വിക്കറ്റ് കീപ്പിങ്ങിലും ബാറ്റിങ്ങിലും പ്രകടനം മെച്ചപ്പെടുത്താൻ സഞ്ജു എന്നെ ഏറെ സഹായിക്കാറുണ്ട്. പ്ലേയിങ് ലെവലിൽ ഇടം നേടാൻ സഞ്ജുവുമായി മത്സരിക്കുമ്പോഴാണ് എനിക്കും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നത് എന്നായിരുന്നു അന്ന് ജിതേഷ് പറഞ്ഞത്. അപ്പോൾ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടമില്ലെന്ന കാര്യം അറിഞ്ഞത് ടീം പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണെന്നായിരുന്നു ജിതേഷിന്റെ ഈ ലോകകപ്പ് ടീമിൽ നിന്നുള്ള ഒമിഷനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. അതും ആ സമയത്ത് വാർത്തയായിരുന്നു. ടീം പ്രഖ്യാപിക്കുന്നത് വരെ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും എന്നെ പുറത്താക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ ഒഴിവാക്കിയതിനുള്ള ചീഫ് സെലക്ടർ പറഞ്ഞ വിശദീകരണത്തോട് പിന്നീട് ഞാൻ പൊരുത്തപ്പെടുകയായിരുന്നു. കാരണം അതൊരു ന്യായമായ കാരണമായി എനിക്ക് തോന്നി. അതിനുശേഷവും പരിശീലകരുമായും അതുപോലെ തന്നെ സെലക്ടർമാരെയുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ കാരണങ്ങളോടും എനിക്ക്
യോജിപ്പ് തോന്നിയിട്ടുണ്ട്. അവർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യത്തോട് അദ്ദേഹത്തിന് ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കിയ നടപടിയെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. 2023-ലാണ് ജിതേഷ് ശർമ്മ ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയത്. 2016-ൽ മുംബൈ ഇന്ത്യൻസിലൂടെയാണ് അദ്ദേഹം IPL-ലേക്ക് കടന്നു വന്നത്. എന്നാൽ മുംബൈക്കായി ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് പിൽക്കാലത്ത് പഞ്ചാബിന് വേണ്ടിയും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയും അദ്ദേഹം മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ബറോഡയ്ക്ക് വേണ്ടിയിട്ടാണ് ജിതേഷ് ശർമ്മ ഒടുവിൽ കളിച്ചത്. വിജയ് ഹസാരെ ട്രോഫിയിൽ കാര്യമായ പ്രകടനമൊന്നും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യക്കായി 16 T20 മത്സരങ്ങൾ കളിച്ച ജിതേഷ് 162 റൺസാണ് നേടിയത്. 2025-ലെ IPL-ൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി 15 മത്സരങ്ങളിൽ നിന്നും 261 റൺസ് നേടിയതാണ് ജിതേഷിന് ഇന്ത്യൻ ടീമിലേക്ക് ഇടം നേടിക്കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും കളിക്കപ്പുറം തൻ്റെ സഹതാരത്തോടുള്ള, പ്രത്യേകിച്ചും ടീമിലെ തൻ്റെ സ്ഥാനത്തിനുള്ള എതിരാളി ഇൻവേർട്ടഡ് കൊമ അങ്ങനെയുള്ള സഞ്ജു സാംസണോടുള്ള, അങ്ങനെ ഒരു താരത്തോടുള്ള ജിതേഷിൻ്റെ സമീപനം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കയ്യടി നേടുന്നുണ്ട്.